Okay, next RF, which is radio frequency. റേഡിയോ ഫ്രീക്വൻസീസ് ഇപ്പോൾ നമുക്കൊരു കാർഗോ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അത് എവിടെയാണ് റാക്കിങ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറിങ് എവിടെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവും RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ്. ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ഒരു വെയർ ഹൗസിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെൻട്രിയിൽ എവിടെയാണ് ഇരിക്കുന്നത്, ഈവൻ നമുക്കൊരു റോബോട്ടിക്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു വെയർ ഹൗസ് ആണെങ്കിൽ ഈസി ആയിട്ട് അത് പിക്ക് ചെയ്യാനും അത് അവിടെ നിന്ന് പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റാക്ക് ചെയ്യാനോ ഒക്കെ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, RFID അല്ലെങ്കിൽ RF ടെക്നോളജീസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ കറണ്ട് സിനാരിയോയിൽ ഇപ്പോൾ ഇന്ത്യയിൽ അത്ര ഡെവലപ്ഡ് അല്ല, എന്നിരുന്നാൽ കൂടിയും പല സ്ഥലങ്ങളിലും RF ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാർഗോസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് RF ചിപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് ഡിസ്പാച്ച് ആയി കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ കാർഗോ ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നതൊക്കെ RF ടെക്നോളജിയുടെ അണ്ടറിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നൗ ഡേയ്സ് ആൻഡ് ഫ്യൂച്ചറിൽ വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഫാക്ടറാണ് RF, റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ RFID മറക്കണ്ട, RFID പല പ്രൊഡക്ട്സിലും നമുക്ക് മേ ബി കാണാൻ പറ്റും. ഈ ഡെക്കാത്തലോൺ പോലുള്ള പ്രൊഡക്റ്റുകളുടെ അതിൻ്റെ ബാർകോഡിനൊപ്പം RFID ചിപ്പുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു കോൺസെപ്റ്റ് ആണ് EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ഇത് മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. അതായത് ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, EDI ഉപയോഗിച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് അത് വെയർ ഹൗസ് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല, എവിടെയും EDI എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ അവരുടെ തന്നെ മൾട്ടിപ്പിൾ ഈവൻ എന്താണ് മൾട്ടിപ്പിൾ ഓഫീസസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ നമ്മളായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഇവരിലേക്കൊക്കെ ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഈവൻ സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ത്രൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റാസ് അവിടെ ട്രാൻസ്ഫർ ആവുന്നത് അല്ലെങ്കിൽ അപ്രൂവൽസ് എടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അണ്ടറിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, we are talking about climate or temperature controlled storages. ഇത് കോമൺലി പല കൈൻഡ് ഓഫ് വെയർ ഹൗസസിൽ വരുന്ന ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റോറേജസ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പല ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതിൽ നമുക്ക് പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ്, ലൈക്ക് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള ഗുഡ്സ്, ഈവൻ ചോക്ലേറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള ചരക്കുകളാണല്ലേ. അപ്പോൾ ഇത്തരം ഗുഡ്സ് വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് നോർമൽ ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്ന പോലെ അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് അത്തരം ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടൊരു സ്പേസ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും, ഓരോരോ വെയർ ഹൗസസിലും ഓരോരോ റൂൾസ് ഉണ്ടാകും, ലൈക്ക് ഇന്ന പ്രൊഡക്റ്റ് ഇന്ന ടെമ്പറേച്ചറിൻ്റെ അണ്ടറിൽ വരാൻ പാടുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഈ സ്പേസ് അത്തരം ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു ഗുഡ്സിൻ്റെ ട്രാൻസ്ഫറിനും സ്റ്റോറേജിനൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഫെസിലിറ്റീസ് വെയർ ഹൗസസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പുട്ട് എവേ. പുട്ട് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഫങ്ഷനാണ്. ലൈക്ക് വെയർ ഹൗസസിൽ നമ്മൾ പറഞ്ഞ പോലെ ഇൻബൗണ്ട് പ്രോസസ്സ് ഇവിടെയൊക്കെ നടക്കുന്ന പോലെ അതിനുള്ളിൽ വരുന്ന, ലൈക്ക് ആ ഒരു പ്രോസസ്സിനും ഇൻബൗണ്ടിനും ഇടയിൽ വരുന്ന ഒരാളാണ് പുട്ട് എവേ എന്ന് പറയുന്നത്. ഓക്കെ, കോമൺലി ഈ പുട്ട് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു വെയർ ഹൗസസിലേക്ക് റിസീവ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഗുഡ്സുകളുണ്ടാവും. ഓക്കെ, അതിൽ തന്നെ പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗുഡ്സുകളുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ആ ഒരു വെയർ ഹൗസസിൽ പല ടൈപ്സ് ഓഫ് ഗുഡ്സ് ഞാൻ റിസീവ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, നോൺ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, പിന്നെ ജനറൽ മെറ്റീരിയൽസ് ഉണ്ടാവും, ഓക്കെ, സ്റ്റേപ്പിൾസ് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്താണ്, പല കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റുകളാണ്. ഇതെല്ലാം പോവേണ്ടത് പല ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടായിരിക്കും. ഓക്കെ, അതായത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടായിരിക്കും. അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ഷിപ്പിങ്ങിന് റെഡി ആവുന്നത്, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി റെഡി ആവുന്നത്. അപ്പോൾ ഈ ഒരു എല്ലാ ടൈപ്പ് ഓഫ് ഗുഡ്സും ഞാൻ വൺസ് അത് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് അത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സെപ്പറേറ്റ് പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ്
പുട്ട് അവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഇൻവോയ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇന്ന പ്രൊഡക്റ്റ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനത്തെ ആ ഒരു സോർട്ടേഷൻ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓരോരോ പ്രൊഡക്റ്റുകൾ അത് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങനതനുസരിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് എത്തിക്കുകയാണ്. ഓക്കെ, ഫോർ ഈസി നമുക്കറിയാം എന്താണ് സ്പീഡാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ അല്ലേ സ്പീഡ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുട്ടവേ ആ ഒരു ഓപ്പറേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ജോബ് റോളാണ്, ഇവിടെ വെയർ ഹൗസിൽ വരുന്നൊരു ജോബ് റോളാണ് പുട്ടവേ എന്ന് തന്നെ പറയുന്നത്.